സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദനത്തിൽ ആശങ്ക. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. ഡാമിലുള്ളത് സംഭരണശേഷിയുടെ 33% വെള്ളം മാത്രമാണ്. ജലനിരപ്പ് 20% താഴ്ന്നാൽ വൈദ്യുതി ഉൽപ്പാദനം നിർത്തും. കഴിഞ്ഞ വർഷത്തേക്കാൾ 10 അടി വെള്ളത്തിന്റെ കുറവാണ് ഡാമിലുള്ളത്. 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം നീട്ടിയതും KECBക്ക് തിരിച്ചടിയായി. ഇതിനിടെ പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്. നഗര ഗ്രാമ ഭേദമില്ലാതെ ദിവസവും പല സമയങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഡാമിലെ വെള്ളം കുറഞ്ഞു വരികയാണോ? ടെൻഷനാണോ രാഹുൽ സുരേഷ്? ഇങ്ങനെ പോയാൽ താമസിയാതെ വൈദ്യുതി ഉൽപ്പാദനം നിർത്തേണ്ടി വരുമോ? ഡോക്ടർ അരുൺ, ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഗണ്യമായി തന്നെ കുറയുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ 33% മാത്രമാണ് ഇടുക്കി ജലാശയത്തിൽ ഇപ്പോൾ വെള്ളമുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 2334 അടിയാണ് നിലവിലെ ജലനിരപ്പ്. അതായത് 33%. അതിപ്പോൾ 2280 അടിയിലേക്ക് എത്തുകയാണെങ്കിൽ, അതായത് 20% എത്തുകയാണെങ്കിൽ വൈദ്യുത ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വരും എന്നതാണ് പറയുന്നത്. മഴ ലഭിക്കാതെ മറ്റ് നിർവാഹമില്ല. കേരളത്തിൽ എവിടെയെങ്കിലും മഴ പെയ്തിട്ട് കാര്യമില്ല. ഇടുക്കി ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശത്ത് തന്നെ മഴ പെയ്യുകയും വേണം. ആ മഴ പെയ്താൽ മാത്രമാണ് ഇടുക്കി ഡാമിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയും അത് വെച്ചുകൊണ്ട് മൂലമറ്റത്തെ പവർ ഹൗസിൽ ഈ വൈദ്യുതി ഉൽപ്പാദനം നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. നിലവിലെ കണക്ക് പ്രകാരം 10 ദശലക്ഷം യൂണിറ്റ് ആണ് ഓരോ ദിവസവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നിലവിലെ കണക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യം ഒരു മാസത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ വൈദ്യുതി ഉപയോഗം കൂടുകയാണെങ്കിൽ അതനുസരിച്ച് ഉൽപ്പാദനത്തിന്റെ അളവും വർദ്ധിപ്പിക്കേണ്ടി വരും. അതായത് 11 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ പരമാവധി 20 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ജലാശയത്തിലുള്ളൂ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആശങ്ക വൈദ്യുതി വകുപ്പിനെ സംബന്ധിച്ച് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ പെയ്യും, വേനൽ മഴയും. അതുകൂടാതെ കാലവർഷം നേരത്തെ എത്തുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് KECB ഉള്ളത്. അതിനിപ്പോൾ മഴ പെയ്യാതെ മറ്റ് നിർവാഹവും ഇല്ലാരും. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് താഴുന്നു. അതിനിടയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ 250 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനുള്ള നമ്മളുടെ അപേക്ഷയ്ക്കുള്ള അനുമതി നൽകിയിട്ടുമില്ല എന്നുള്ളതാണ്. ഇനിയൊരു 3-4 ദിവസം കൂടി ഇതേപോലെ ചൂട് നിന്നാൽ, വേനൽ മഴ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവും.